കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി ലക്ഷം വീട് ഉന്നതിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ച ബിജുവിന്റെ സംസ്കാരം വീട്ടുവളപ്പിൽ നടക്കുകയാണ്. ജോസിൽ സെബാസ്റ്റ്യൻ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജോസിൽ, സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. മരിച്ച ബിജുവിൻ്റെ സഹോദരൻ ശ്യാമാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വളരെ വൈകാരികമായ സംഭവങ്ങൾക്കാണ് ഇവിടെ സാക്ഷി വഹിച്ചത്. ഈ ബിജുവിൻ്റെ ഏക മകൾ നേരത്തെ തന്നെ ഇവിടെ എത്തുകയും വളരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉള്ള ദൃശ്യങ്ങളെല്ലാം ഇവിടെ ഒരുപാട് ആളുകളുടെ കണ്ണു നിറയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാല ലക്ഷം വീട് ഉന്നതിയിൽ ഇന്നലെ രാത്രി 10:30 ഈ മണ്ണിടിച്ചിലുണ്ടായത്. ആ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട ബിജുവിൻ്റെ സംസ്കാര ചടങ്ങുകളാണ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, ഈ വലിയ മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ഈ ബിജുവിൻ്റെ മൃതദേഹം വീണ്ടെടുക്കുവാൻ സാധിക്കുന്നത്. 6 മണിക്കൂറിലേറെ നീണ്ട രക്ഷാപ്രവർത്തനമാണ് ഇന്നലെ രാത്രിയിൽ നടന്നതെന്നറിയാം. രാത്രി 10:30 ഈ കൊച്ചി ധനുഷ്കോടി പാതയുടെ മുകൾ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ വലിയ തോതിൽ മണ്ണ് ഇടിഞ്ഞു വീണ് ഇവർ താമസിച്ചിരുന്ന വീട് ഉരച്ച് ഒരു പ്രദേശത്തേക്ക് നിരക്കി കൊണ്ടുപോയി അതിനടിയിൽ ആ വീടിൻ്റെ വാർക്കയുടെ കോൺക്രീറ്റിൻ്റെ അടിയിൽപ്പെട്ടാണ് ബിജു മരണപ്പെടുന്നത്. ബിജുവിൻ്റെ ഒപ്പം തന്നെ ഭാര്യ സന്ധ്യയും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയാം. ഭാര്യ സന്ധ്യ ഇപ്പോൾ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ തുടരുകയാണ്. ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്ന ആ ഒരു സമയത്താണ് ഭാര്യയുടെ സാന്നിധ്യമില്ലാതെ അന്ത്യയാത്ര പറയുകയാണ്. മകൾ ഇവിടെയുണ്ട്, സഹോദരനാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്തിരിക്കുന്നത്. അന്ത്യകർമ്മങ്ങൾ ചെയ്തതിന് ശേഷം ഇപ്പോൾ ബിജുവിൻ്റെ സംസ്കാര ചടങ്ങുകളുടെ അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. വളരെ നാടിനെ തന്നെ നടുക്കുക. കാരണം ഇന്നലെ രാത്രി 10:30 ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരികയും 11 മണിയോടുകൂടി ഈ വീടിനുള്ളിൽ ആളുകൾ അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത പുറത്തു വന്നപ്പോൾ മുതൽ നേരം പുലർച്ചയോടുകൂടി ഏകദേശം 5 മണിയോടുകൂടിയാണ് ബിജുവിൻ്റെ ശരീരം ഈ പുറത്തേക്ക് എടുക്കാൻ സാധിച്ചത്. അത്തരത്തിൽ കോൺക്രീറ്റ് പാളികൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നത്. നേരത്തെ ആദ്യം ഈ വാർത്ത പുറത്തു വരുമ്പോൾ ഇവർ പ്രതികരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്, വീടിനുള്ളിൽ നിന്ന് പ്രതികരണമുണ്ട്. ബിജുവിൻ്റെയും അതുപോലെ തന്നെ ഭാര്യ സന്ധ്യയുടെയും പ്രതികരണമുണ്ട്. രണ്ടുപേർക്കും ആപത്തൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് നമ്മളടക്കം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ പിന്നീട് വെളിച്ചം ഒക്കെ നമുക്ക് ഈ അപകടത്തോടുകൂടി ഈ പ്രദേശത്തെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ പല അഭ്യൂഹങ്ങളും പരക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് വെളിച്ചം ക്രമീകരിച്ചതോടുകൂടിയാണ് ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ്, അതായത് വീടിൻ്റെ കോൺക്രീറ്റ് പാളികൾ ഇവരുടെ ശരീരത്തിലേക്ക് കിടക്കുകയാണ് എന്നുള്ള വിവരം ഈ വെളിച്ച സംവിധാനങ്ങൾ എത്തി ഫയർഫോഴ്സ് അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയതിനു ശേഷമാണ് അത്തരത്തിലുള്ള ഭീകരാവസ്ഥ. ആദ്യം ഹിറ്റാച്ചി ഇവിടെ ആ പരിസരത്തേക്ക് എത്തിച്ച് ഈ വീടിൻ്റെ മുകളിലേക്കുള്ള മണ്ണ് നീക്കം ചെയ്ത് വളരെ വേഗം തന്നെ പുറത്തേക്ക് എടുക്കാം എന്നുള്ളതാണ് കരുതിയിരുന്നതെങ്കിൽ പിന്നീട് ശ്രമകരമായൊരു ദൗത്യമായി അത് മാറുകയാണ്. കാരണം സന്ധ്യ പ്രതികരിച്ചുകൊണ്ടേയിരുന്നു. ഈ ആദ്യം മുതൽ അവസാനം വരെ പുറത്തെടുക്കുന്ന വരെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു, വെള്ളം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. മറ്റ് ഡോക്ടർ അടക്കമുള്ള ആളുകൾ എത്തിയപ്പോൾ അവരോടുമെല്ലാം പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കാരണവശാലും ഹിറ്റാച്ചി അടക്കമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കോൺക്രീറ്റ് പാളികൾ മാറ്റിയാൽ കൂടുതൽ അപകടം ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ധീരതയോടുകൂടി ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ മറ്റ് രക്ഷാപ്രവർത്തനത്തിനെത്തിയ NDRF അടക്കം ചെറിയ ചെറിയ പീസുകളാക്കി ഈ കോൺക്രീറ്റ് പാളികൾ മുറിച്ചു മാറ്റിയാണ് വളരെ സാഹസികമായി അവരുടെ പോലും ജീവൻ പണയം വെച്ചുകൊണ്ട് തൃണവൽക്കരിച്ചുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. സന്ധ്യയെ ഇപ്പോൾ കാലുകൾക്കേറ്റ ഗുരുതരമായ പരിക്കുകളോടെ ജീവൻ രക്ഷിക്കാനായെങ്കിലും സന്ധ്യയുടെ പ്രിയപ്പെട്ട ഭർത്താവ് ബിജുവിനെ ജീവൻ രക്ഷിക്കാനായില്ല. അദ്ദേഹം സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെടുകയായിരുന്നു. ഏറെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഏതായാലും ഒരു നാടിനെ മുഴുവൻ കണ്ണീരാഴ്ത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ബിജു യാത്രയാകുന്നത്. അതിൻ്റെ അന്ത്യകർമ്മങ്ങൾ അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലത്ത് നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടായിരുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പിനെ തുടർന്ന് ഈ പ്രദേശത്തുള്ള കുടുംബങ്ങളെയൊക്കെ, ഈ ലക്ഷം വീട് ഉന്നതിയിലുള്ള കുടുംബങ്ങളെയൊക്കെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ഇവർ ഈ വീട്ടിലേക്ക് തിരിച്ച് തങ്ങൾ ഒരു ജീവിതകാലം മുഴുവൻ താമസിച്ച സ്വപ്നങ്ങൾ നെയ്ത വീടിനുള്ളിലേക്ക് ധൈര്യസമേതം തിരിച്ചു വന്ന് ചില രേഖകൾ എടുക്കാനാണോ എന്ന് പറയുന്നു, അല്ല ഭക്ഷണം കഴിക്കാനാണെന്ന് പറയുന്ന മറ്റൊരു കൂട്ടരുണ്ട്. ഏതായാലും അവർ
വലിച്ചു വന്നതാണ് ഈ അപകടത്തിന് കാരണമായി തീർന്നത്. നേരത്തെ തന്നെ ഈ പ്രദേശത്തുള്ള ഈ ഉന്നതിയിലുള്ള മുഴുവൻ ആളുകളെയും, അതായത് 22ഓളം കുടുംബങ്ങളെ ഈ തൊട്ടടുത്തുള്ള ഹൈസ്കൂളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമുള്ളത് കൊണ്ട് തന്നെ ആരും മണ്ണിടിഞ്ഞ് വീണ് വീടുകൾ തകർന്നിട്ടുണ്ടെങ്കിലും ആരുടെയും ജീവനോ അങ്ങനെയുള്ള അപകടം ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കരുതലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീടാണ് ഇത്തരത്തിൽ 2 പേർ ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള ഒരു സംശയം ഉണ്ടാവുകയും പിന്നീട് ഈ കേരളം മുഴുവൻ ഇവരെ പുറത്തെടുക്കുന്നത് വരെ ഈ എല്ലാ മാധ്യമങ്ങളും, എല്ലാ വാർത്താ മാധ്യമങ്ങളും ഇത്തരത്തിൽ ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നു. ഏതായാലും പുലർച്ചയോടുകൂടിയാണ്, ഏകദേശം 5 മണിയോടുകൂടിയാണ് ബിജുവിൻ്റെ മൃതദേഹം പുറത്തേക്ക് എടുക്കാൻ പറ്റിയത്. പക്ഷേ അപ്പോഴേക്കും അതിനു മുമ്പ് തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ മുകളിലേക്കാണ് ഈ കോൺക്രീറ്റ് പാളി വീണ് കിടന്നത് എന്നറിയാം. അതുകൊണ്ട് തന്നെ അത്രയും വലിയ ഭാരമുള്ള കോൺക്രീറ്റ് പാളി വീണ് കിടക്കുന്ന ഒരാളുടെ ജീവൻ അപകടപ്പെട്ടേക്കാം എന്നുള്ള കാര്യം നമ്മൾ അതിനു മുമ്പ് തന്നെ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു. പക്ഷേ അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെ ജീവനോടുകൂടി രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് വലിയ നേട്ടം തന്നെയാണ്. കാരണം ആ രക്ഷാപ്രവർത്തകർ അത്രയേറെ റിസ്ക് എടുത്താണ് ഈ പ്രവർത്തനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നിർവഹിച്ചത് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം കൺചിമ്മാതെ നിരവധി പ്രേക്ഷകരാണ് ഈ ഓരോ മനുഷ്യരെയും രക്ഷപ്പെടുത്തുന്നു, 2 പേരെയും പുറത്തേക്ക് എത്തിക്കുന്നു എന്നുള്ള വാർത്ത കേൾക്കുന്നതിന് വേണ്ടി കാത്തിരുന്നത് ഏതു രാത്രിയിലാണെങ്കിൽ പോലും. ഒപ്പം തന്നെ ഇതിനുവേണ്ടി സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കേരള ഫയർഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ NDRFിൻ്റെയും ഒക്കെ, അതുപോലെ സിവിൽ ഡിഫൻസിൻ്റെയും ഒക്കെ സന്നദ്ധ പ്രവർത്തകരടക്കം ഇവിടെ നടത്തിയ ആ പ്രവർത്തനങ്ങളുടെ എല്ലാം അവസാനം ഈ ഭാര്യയെ പരിക്കുകളോടെ രക്ഷപ്പെടുത്താൻ സാധിച്ചുവെങ്കിലും ഭർത്താവ് ബിജു അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ആ ബിജുവിൻ്റെ സംസ്കാര ചടങ്ങുകളാണ് ഇപ്പോൾ അതിൻ്റെ പൂർണ്ണഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് ഇപ്പോൾ ഈ അന്ത്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു നാടിനെ തന്നെ വേദനയിലേക്ക് ആഴ്ത്തുന്ന രീതിയിലുള്ള ഒരു സംസ്കാര ചടങ്ങിലേക്കാണ് ആരും പ്രതീക്ഷിക്കാതിരുന്നത്. കാരണം ഇത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ദേശീയപാത അതോറിറ്റി വിളിച്ചു വരുത്തിയ ഒരു അപകടം എന്ന് വേണമെങ്കിൽ പറയേണ്ടതായിട്ട് വരും. കാരണം ഇത്തരത്തിൽ മണ്ണ് 40ഓളം അടി ഉയരത്തിൽ അരിഞ്ഞു നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യം, ആ മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് ഊർന്നു വന്നാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ പ്രദേശത്തുള്ള നിരവധി ആളുകൾ, ജനങ്ങൾ പല ഘട്ടങ്ങളിലും പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത് അശാസ്ത്രീയമായ നിർമ്മാണമാണ്, പാരിസ്ഥിതിക അഗാധ പഠനമടക്കം നടത്തുന്ന ഇത്തരം നിർമ്മിതികൾ, പ്രത്യേകിച്ച് പല മേഖലയിലും കോൺക്രീറ്റ് പാളി അടക്കം ഒരു രീതിയിലുമില്ലാത്ത, അതായത് ഒരു ഡാം പോലെ മണ്ണിലേക്ക് വെള്ളം പുറത്തേക്ക് പോകാത്ത രീതിയിൽ 2 സൈഡിലും കോൺക്രീറ്റ് പാളികൾ നിർമ്മിച്ചാണ് ഈ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. അതൊക്കെ അശാസ്ത്രീയമാണ് എന്നുള്ളത് അത് വലിയ അപകടത്തിലേക്ക്, കാരണം നമുക്കറിയാം മൂന്നാറിലേക്ക് പോകുന്ന ലക്ഷക്കണക്കിന് ആളുകൾ, ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് മൂന്നാർ എന്നുള്ള അറിയാം. മൂന്നാറിലേക്ക് എത്തുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്, ഓരോ ദിവസവും എത്തുന്ന ആളുകളുണ്ട്. അവരെല്ലാം കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ഒരു ദേശീയപാതയുടെ ഓരത്താണ് ഇത്തരത്തിൽ അപകടം വിളിച്ചു വരുത്തുന്ന രീതിയിൽ ഈ നിർമ്മിതി നടന്നുകൊണ്ടിരുന്നത്. നമുക്കറിയാം മഴക്കാലമായി കഴിഞ്ഞാൽ ഈ കൊച്ചി ധനുഷ്കോടി പാതയിൽ നേരുമംഗലം ഭാഗത്തടക്കം സ്ഥിരമായി മണ്ണിടിച്ചിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. ആ മേഖലയിൽ ഇത്തരത്തിൽ വീണ്ടും അതിനേക്കാൾ കൂടുതൽ വലിയ അപകടം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ ദേശീയപാത നിർമ്മാണത്തിൻ്റെ അതിൻ്റെ ടെൻഡർ എടുത്തിരിക്കുന്ന കരാറുകാരാണെങ്കിലും ദേശീയപാത അതോറിറ്റി ആണെങ്കിലും ലാഭം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു നിർമ്മാണ രീതി നടത്തുമ്പോൾ അത് ഈ നാടിന് എത്രമാത്രം ഗുണകരമാകും എന്നുള്ള പഠനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇന്ന് പറഞ്ഞിട്ടുള്ളത്, കൃത്യമായ പരിശോധന അത് ദേശീയപാത അതോറിറ്റിയുടെയും അതുപോലെ തന്നെ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിൻ്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും LSGDയുടെയും ഒക്കെ സംയുക്തമായ ഒരു പരിശോധന ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് പരിശോധന ഇതുകൊണ്ടെങ്കിലും പഠിച്ചില്ല എങ്കിൽ വലിയ ദുരന്തമായിരിക്കും ഈ മേഖലയിൽ ഈ നിർമ്മാണം, അശാസ്ത്രീയമായ നിർമ്മാണം തുടരുകയാണെങ്കിൽ ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ദേശീയപാത അതോറിറ്റി എന്നാൽ അതിനുശേഷം ഇറക്കിയിരിക്കുന്ന പത്രക്കുറിപ്പ്, തങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വവും ഈ വിഷയത്തിൽ ഇല്ല എന്നുള്ള രീതിയിലാണ് പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. അവർ പറയുന്നത്, ഞങ്ങൾ ഇവിടെ ഇത്തരത്തിൽ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകളുണ്ട്, മാറി താമസിക്കണമെന്ന് ആളുകൾക്ക് നിർദ്ദേശം നൽകിയത് ജില്ലാ ഭരണകൂടം വഴി നിർദ്ദേശം കൊടുത്തതോടെ ഞങ്ങളുടെ ഉത്തരവാദിത്വം തീർന്നു എന്നുള്ള രീതിയിലാണ് ദേശീയപാത അതോറിറ്റി പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇവിടേക്ക് തിരിച്ചെത്തിയ ബിജുവും ഭാര്യയുമാണ് കുറ്റക്കാർ എന്ന രീതിയിലാണ് ദേശീയപാത അതോറിറ്റി പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. അവർ അത്തരത്തിൽ ഈ ദേശീയപാത അതോറിറ്റി കൈകഴുകുന്ന ഒരു സമീപനത്തിലേക്ക് പോകുമ്പോഴാണ് ഈ പ്രതിഷേധം ഉയർന്നു വരേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. ആര്യ, ഏതായാലും ഈ സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ അവസാന
ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ബിജുവിൻ്റെ ശരീരം ഇപ്പോൾ തീനാമ്പുകൾ ഏറ്റുവാങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ശ്യാമാണ് ഈ ചിതയ്ക്ക് തീ കൊളുത്തിയിരിക്കുന്നത്. ആര്യ, തീർച്ചയായും കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ മണ്ണിടിച്ചിലിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മരണമായിരുന്നു ബിജുവിൻ്റേത്. ആ വിയോഗത്തിൽ നാടൊന്നാകെ തന്നെ വേദനയിലായിരിക്കുകയാണ്. 10:30 ഉണ്ടായ മണ്ണിടിച്ചിൽ പിന്നീട് 11 മണിയോടെ ഈ മണ്ണിനടിയിൽ 2 പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നു. തുടർന്ന് അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് ദ്രുതഗതിയിൽ ആരംഭിച്ച രക്ഷാപ്രവർത്തനം, ഏറെ പാടുപെട്ടുള്ള ദുഷ്കരമായ രക്ഷാപ്രവർത്തനമായിരുന്നു നടന്നത്. മണിക്കൂറുകൾക്കൊടുവിലാണ് ബിജുവിനെയും ഭാര്യയെയും പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചത്. എന്നാൽ നിർഭാഗ്യവശാൽ ബിജുവിൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ടില്ല. പക്ഷേ ഭാര്യയെ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ബിജുവിൻ്റെ ആ വേർപാടിൽ നാടും നാട്ടുകാരും വീടും ഒന്നാകെ ദുഃഖത്തിലാണ് ആഴ്ന്നിരിക്കുകയാണ്. മന്ത്രി റോഷി അഗസ്റ്റിനും അതുപോലെ തന്നെ എ രാജയും അടക്കമുള്ളവർ ഇന്നലെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നതിനായി അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. എന്തായാലും ഏറെ ദുഃഖകരമായ വാർത്തയാണ്. ജോസിൽ, ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഈ ദേശീയപാത അതോറിറ്റി അധികൃതർ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കൈയൊഴിയുമ്പോഴും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നിരവധി വീടുകൾ തിങ്ങി നിറഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇത്. അത്തരത്തിലൊരു പ്രദേശത്ത് ഇത്തരത്തിൽ അശാസ്ത്രീയമായ ഒരു മണ്ണെടുപ്പ് നടക്കുമ്പോൾ അതിന് വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കുക തന്നെ ചെയ്യേണ്ടിയിരുന്നു. ഇപ്പോൾ കുറ്റം ഈ ബിജുവിനും ഭാര്യയുടെയും തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കമാണ് ജോസിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അപ്പോഴും അങ്ങനെ കൈയൊഴിയാൻ കഴിയുന്ന ഒന്നല്ല അത്. പ്രാദേശിക ഭരണകൂടത്തിന്റെ സഹായത്തോടെ അപകട സാധ്യതയുള്ള മുഴുവൻ കുടുംബങ്ങളെയും സുരക്ഷിതമായി അടിമാലി ഗവൺമെന്റ് സ്കൂളിൽ സജ്ജമാക്കിയ താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിക്കുകയും ചെയ്തു. മുൻകരുതലിന്റെ ഭാഗമായി ഈ പ്രദേശത്ത് കൂടിയുള്ള ഗതാഗതവും ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ നിർത്തിവച്ചിരുന്നു എന്നുള്ളതാണ് ഇവർ എടുത്തു പറയുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഈ സുരക്ഷാ ക്യാമ്പിൽ നിന്ന് വ്യക്തിപരമായ ആവശ്യത്തിനായാണ് ശ്രീ ബിജുവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും താൽക്കാലികമായി വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോഴാണ് അപകടം സംഭവിച്ചത് എന്നുള്ള രീതിയിൽ അവർ തിരിച്ചെത്തിയത് കൊണ്ടാണ് ഇത്തരത്തിൽ ഈ അപകടം ഉണ്ടായത്. അതിൽ ദേശീയപാത അതോറിറ്റിക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരു പത്രക്കുറിപ്പാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ദേശീയപാത അതോറിറ്റിയുടെ ഒരു വലിയ ഉപദേശമാണ് നൽകുന്നത്. ജനങ്ങളുടെ സുരക്ഷ മാനിച്ച് അറിയിക്കുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ ഗൗരവത്തോടെ കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഈ പത്രക്കുറിപ്പ് അവസാനിക്കുന്നത്. അതായത് ഇവർ അശാസ്ത്രീയമായി നടത്തിയ ഈ നിർമ്മിതിയുടെ കുറിച്ചല്ല അവർ പറയുന്നത്. ഇത് ഇത്തരത്തിൽ, എന്നാൽ ഇവർ പറയുന്നത് തങ്ങൾ ഇത്തരത്തിലുള്ള ഒരു നിർമ്മിതിയും ഒരു പ്രവർത്തനവും ഈ ദിവസങ്ങളിൽ അവിടെ നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അവർ ഹിറ്റാച്ചി ഉപയോഗിച്ച്, അതായത് ഈ മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ട് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് വലിയ ഹിറ്റാച്ചി ഉപയോഗിച്ച് മണ്ണ് താഴേക്ക് വലിക്കുമ്പോഴാണ് ആദ്യം മണ്ണിടിച്ചിലുണ്ടായത്. കഴിഞ്ഞ ദിവസമാണ് അതുണ്ടായത്. ആ മണ്ണ് റോഡിലേക്ക് പതിക്കുകയായിരുന്നു. അത് പിന്നീട് ഭാഗികമായി നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇന്നലെ വീണ്ടും ആ പ്രദേശത്ത് ഒരു വിള്ളൽ രൂപപ്പെട്ടതായി കാണുന്നത്. അത് നീക്കം ചെയ്യുന്നതിനു വേണ്ടി ഹിറ്റാച്ചി ഒരു സൈഡിൽ കൂടി റോഡ് വെട്ടി മുകളിലേക്ക് കയറുകയാണ് ചെയ്തത്. അതാണ് പിന്നീട് വലിയ അപകടമായി മാറുന്നത്. പക്ഷേ ഈ ജനങ്ങൾ കൃത്യമായിട്ട്, അതുപോലെ ഈ നാട്ടിലെ ജനപ്രതിനിധികൾ ഈ അപകടാവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ടാണ് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ഈ ആളുകളെ, ഈ കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചത്. അതാണ് തീർച്ചയായിട്ടും ഈ ഒരു വലിയ അപകടത്തിൽ നിന്ന് നാടിനെ രക്ഷിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിലവിൽ തന്നെ ഈ മണ്ണിടിഞ്ഞ് വീണ 6 വീടുകൾ പൂർണ്ണമായി മണ്ണിനടിയിലായിട്ടുണ്ട്. 3 വീടുകൾ ഭാഗികമായി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ 6 വീടുകളിലും ആളുണ്ടായിരുന്നുവെങ്കിൽ ഈ മരണസംഖ്യ എത്രമാത്രം ഉയരുമായിരുന്നു എന്നുള്ള കാര്യം നമ്മൾക്കറിയാം. ഏതായാലും ദേശീയപാത അതോറിറ്റി വളരെ കൃത്യമായി ശാസ്ത്രീയമായ ഒരു പഠനവും നടത്താതെ, പാരിസ്ഥിതിക ആഘാത പഠനങ്ങൾ അടക്കം നടത്തുന്ന ഈ നിർമ്മിതി തീർച്ചയായിട്ടും വലിയ പ്രത്യാഘാതങ്ങൾ ഈ നാടിനുണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള നിർമ്മിതികൾ, കാരണം അവർക്ക് ഈ കരാറുകാരൻ്റെ ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചില കോൺക്രീറ്റ് വാളുകളാണ് ഇത്തരത്തിൽ ഈ സംരക്ഷണ ഭിത്തി എന്ന പേരിൽ നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ കൂടി വെള്ളം പുറത്തേക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ, നമുക്കറിയാം മഴ പെയ്തു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ തന്നെ മണ്ണിടിയുന്ന ഒരു ഭൂപ്രകൃതിയാണ് ഇടുക്കിയിലുള്ളത്. അതിൽ നിന്ന് ഈ മണ്ണിനടിയിലേക്ക് വെള്ളം ഇറങ്ങി അത് പുറത്തേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ കോൺക്രീറ്റ് പാളി അവിടെ രൂപപ്പെടുത്തിയെടുക്കും
എടുക്കുന്നു. അത് വലിയ ഡാം നിൽക്കുന്നത് പോലെ വെള്ളം കെട്ടിനിന്ന് ഈ റോഡിലേക്ക് മറിഞ്ഞു വീണാൽ വലിയ അപകടമായിരിക്കും പിന്നീട് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യം എല്ലാ കാലഘട്ടത്തിലും ഈ നാട്ടിലെ ജനപ്രതിനിധികളടക്കം ചൂണ്ടിക്കാണിച്ചതാണ്. എന്നാൽ ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ നിർമ്മാണം അത് ഈ മേഖലയ്ക്ക് പറ്റിയതാണോ എന്നുള്ള പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അത് പരിശോധിക്കപ്പെടും എന്ന് തന്നെയാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആര്യ, ശരി. എന്തായാലും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി ലക്ഷം വീട് ഉന്നതിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ച നെടുമ്പിള്ളിക്കുടി ബിജുവിന്റെ സംസ്കാരം തറവാട്ട് വളപ്പിൽ നടന്നു. കാലിന് ഗുരുതരമായി പരിക്കേറ്റ ബിജുവിന്റെ ഭാര്യ സന്ധ്യയെ വിദഗ്ധ ചികിത്സയ്ക്കായി ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നിരവധി ആളുകളാണ് അവസാനമായി ബിജുവിനെ ഒരു നോക്ക് കാണാനായി ഇന്നും അങ്ങോട്ടേക്ക് എത്തിയത്. ജോസൽ സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകിയത്.